ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്നത്തെയും പോലെ ഒരു ഉണക്കപ്പടം തന്നെയാണ്. പേര് പച്ചക്കള്ളം. പടം തുടങ്ങുന്നത് തന്നെ ഒരു ബിരിയാണി പാട്ട് കാണിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ടത് എന്നാണ് ഈ പാട്ടിൽ ഇവര് കാണിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും ഈ പടത്തിന്റെ കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ പാട്ട് തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആദ്യത്തിരി സൊയ്തെന്താ പിന്നെ വായിൽ വെക്കാൻ കൊള്ളൂല. ഇവര് രണ്ടുപേരുമാണ് ഈ സിനിമയിലെ നായകന്മാർ. ഒന്നാമത് കണ്ടകശനി, അതിന്റെ കൂടെ കയ്യും കാലും കൂടി നഷ്ടപ്പെട്ട. സംഭവം എന്താന്ന് വെച്ചാ ഇവര് രണ്ടുപേർക്കും ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. അതിനുവേണ്ടി പ്രൊഡ്യൂസർമാരെയും ഇവര് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ പ്രൊഡ്യൂസറോട് പറയാൻ കഥയില്ല. എല്ലാം പറയാം, തൽക്കാലം രക്ഷപ്പെടാൻ ഒരു വഴി വന്നിട്ടുണ്ട്. ഇത്തിരി ഉറക്കം കളയണേ ഉള്ളൂ, പക്ഷെ കാര്യം നടക്കും. നന്നായിട്ട് കണ്ടോ, പാട്ട് കണ്ടിട്ട് കിടന്ന് ഉറങ്ങിക്കളയരുത്. എന്താണ് അതൊക്കെ? കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച സീഡിയാ. CD ഒക്കെ ആരെങ്കിലും അവിടെ വെക്കൂ? ഈ ബൂത്തിൽ ഇനിയും CD ഉണ്ടോ? ദേ, ഇത് ഫുള്ളായി രാത്രിയിട്ട് കണ്ട് ഇതിന്റെ കഥ നാളെ ഇക്കാമാർക്ക് പറഞ്ഞു കൊടുത്താ മതി. ഇത് എന്റെ ഒരു ഫ്രണ്ട് സിനിമ അസിസ്റ്റന്റ് എഡിറ്ററാ, എന്നെ വിശ്വസിച്ച് തന്നതാ. അങ്ങനെ എഡിറ്റർ വിശ്വസിച്ച് തന്ന സിനിമയുടെ CD നസീമ ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ സിനിമ കണ്ട് അതിന്റെ കഥ പറയുകയാണ്. അബിയും അപർണയും ഇവരാണ് നമ്മുടെ കഥയിലെ നായകനും നായികയും. ഇരുവരും വളരെ ഹാപ്പിയാണ്. ഒരു തൂവൽ എപെക്സ് അൾട്ടിമ, പായലിനും പൂപ്പലിനും എന്നേക്കും വിട. ഇതിപ്പോ ഇംഗ്ലീഷ് പടത്തിലെ പ്രേതത്തിനെ പോലെ ഉണ്ട് കാണാൻ. ഒരു തൂവൽ തൊട്ടേ നിൻ പൊന്നിതൾ തഴുകാനോ പുതുമേഘം പോലെ നീ. ഇതൊക്കെ ഏതാ പാട്ട്? അഴകെ ഉണ്ട്. ടിവിയിൽ അറിയാതെ ചാനൽ മാറ്റുമ്പോ പോലും ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അബിയും അപർണയും കല്യാണം കഴിച്ചിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ ഒളിച്ചോടി വന്നതാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഫ്ലാഷ് ബാക്ക്. അപർണ പാലക്കാട്ടെ വിശ്വനാഥന്റെ മോളാണ്. ഈ വിശ്വനാഥൻ ഒരു ടെറർ റൗഡിയാണ്. ടെറർ റൗഡിയുടെ ബീജിയമാണ് കേട്ടോ ഇത്. സഗമഗസ സഗമഗസ. അതെ, ഇയാള് ഭാഗവതരല്ല, റൗഡിയാണ്, റൗഡി. മകൾ ഒളിച്ചോടി പോയത് നമ്മുടെ സഗമഗസയ്ക്ക് ഇഷ്ടായില്ല. നിനക്കറിയില്ലട പട്ടി, നിനക്കറിയില്ല ഇവളെങ്ങോട്ടാ പോയെന്ന്. അപ്പൊ നിനക്കറിയാം. ഓ, അപ്പൊ നിനക്കറിയാം. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല, അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. നിനക്കറിയാ, എനിക്കറിയാ, മറ്റവനറിയാ, അപ്പുറത്തെ വീട്ടിലുള്ളവനറിയാ. ഓ, അപ്പൊ നിനക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. നമ്മുടെ മോൾ മറ്റാരുടെയും കൂടെയല്ല പോയത്, നമ്മുടെ ശിവരാമന്റെ മരുമോന്റെ കൂടെയാ. ശിവരാമൻ ഈ വീട്ടിലെ ജോലിക്കാരനാണ്. മൂപ്പരുടെ അനന്തരവനാണ് നമ്മുടെ അബി. ഒരു ദിവസം അമ്മാവനെ തേടി അബി ഇവിടേക്ക് വരികയായിരുന്നു. പക്ഷെ അബി വന്നപ്പോ വീട്ടിലെ അമ്മാവനില്ല. ശിവരാമേട്ടൻ 2 ആഴ്ച കഴിയും വരാൻ. ഇന്ന് രാവിലെയാ പോയത്. ഈ സഗമഗസയുടെ വീട്ടില് ഇതുപോലത്തെ കുറെ പ്രതിമകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴാണ് അബി അപർണയെ കാണുന്നത്. പായസം കൊടുത്തതും അബിയോട് അപർണയ്ക്ക് പ്രണയം തോന്നുകയാണ്. ഈ പെണ്ണ് ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അയാൾ ആരാന്ന് പോലും ഇവൾക്ക് അറിയില്ല. അപ്പോഴേക്കും അവളുടെ ഒന്ന് നിർത്തുണ്ടോ? ഞങ്ങളുടെ അവിടേക്ക് ഇടയ്ക്ക് കാളയുടെ പുറത്ത് കുറെ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ ഇതുപോലെ വന്ന് PP വായിക്കാറുണ്ട്. ഇനി ആ ചേട്ടനാണോ ഇതിന്റെ മ്യൂസിക് ചെയ്തത്? വേണ്ട, വയ്യ. അബി ചെന്നൈയിൽ ഒരു സിനിമ എഡിറ്റർ ആയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അപർണയെ കണ്ടത് മുതൽ അബിക്ക് ഒന്നും അങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ദിവസവും 3 നേരം ഭക്ഷണം കൊണ്ടുവരുന്നതും മുറിയുടെ വരാന്തയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും നോക്കി ദിവസങ്ങൾ കഴിഞ്ഞു പോയത് അവൻ അറിഞ്ഞിരുന്നില്ല. അപ്പൊ 3 നേരം ഭക്ഷണക്കായിട്ട് മാമനെ മുടിപ്പിക്കാനാണ് ഇവന്റെ പ്ലാൻ. നിനക്ക് എന്നെ മനസ്സിലായോ? ദേ ഇവിടെ ഉണ്ടല്ലോ പ്രതിമ. ഇങ്ങനത്തെ പ്രതിമക്ക് ആരെങ്കിലും വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി വെക്കൂ? ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എത്ര എടുത്തു നടന്നിട്ടുള്ളതാണെന്നറിയോ? നിനക്ക് ഇത് വല്ലതും ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യം ചോദിച്ചത്? നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇന്നലെയും കൂടെ അവ ഓർത്തതേ ഉള്ളൂ. അപർണയുടെ കല്യാണല്ലേ? സംഭവം എന്താന്ന് വെച്ചാ അപർണയുടെ കല്യാണമൊക്കെ മറ്റേ സഗമഗസ അയാൾ മുന്നേ ഉറപ്പിച്ചതാണ്. എന്നിട്ടാണ് അവളുടെ വേണ്ട ബ്രോ,
വല്ലവന്റെയും പറമ്പിൽ വില്ല പണിയുന്നത് തെറ്റാണ് ബ്രോ. അപർണ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ അബി കുറച്ച് പട്ടച്ചാരായി മോന്തിയിട്ട് അപർണയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഒന്നും അറിയാത്ത പോലെ നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ചിരിച്ചോ ചിരിച്ചോ, വേണമെങ്കിൽ കറുത്തൊരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചോ. എന്താ അഭിനയം! ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോളാം. ഇതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. അതങ്ങ് നിർത്തിക്കോളാം. അത് ശരി, അപ്പൊ വീട്ടുകാർ ഇവന്റെ ഈ കൊണയാടിയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പാൽപായസം നിനക്കറിയോ, നിന്നെ ഭയങ്കര ഇഷ്ടാടി, മനസ്സിന്ന് പോടില്ലടി. നിന്റെ കണ്ണുണ്ടല്ലോ എന്റെ പൊന്നോ. അടുത്ത നിവിൻപോളി നീ തന്നെ അടവേ. പിന്നെ അല്ല സഹോ, നീ പൊരിക്കടാ. എന്റെ പൊന്നോ, എനിക്ക് തന്നെ ഇഷ്ടാടി. പട്ടച്ചാരായും കുടിച്ചു കയറ്റിയിട്ട് വീട്ടിലുള്ള പെൺകുട്ടിയുടെ റൂമിൽ കയറി ഓരോ കച്ചറ കാണിക്കണ ഇവനെ നോക്കി നിൽക്കുകയാണ് അവിടുത്തെ വീട്ടുകാര്. നല്ല കുടുംബം. രണ്ടു തുള്ളി വെള്ളം മുഖത്തൊഴിച്ചപ്പോ അവന്റെ കെട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ എന്താ ഇയാൾ കുടിച്ചത്? സോഡേ? ഇവന്റെ പട്ടച്ചാരായം കുടിച്ചുള്ള പെർഫോമൻസ് കണ്ടിട്ടാണോന്ന് അറിയില്ല, അപർണയുടെ വീട്ടുകാര് നേരത്തെ ഉറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് അവളെ അബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതും മറ്റേ സഗമഗസ അയാൾ അറിയാതെ. എന്താ ജോലി? ശമ്പളം എത്ര കിട്ടും? ഞാൻ എഡിറ്ററാ, 12 കിട്ടും. താമസം? അതിന് താമസമൊന്നുമില്ല, പണി കഴിഞ്ഞ അപ്പ കിട്ടും. വെരി ഫണ്ണി. നിനക്ക് അപ്പുമോളെ ഇഷ്ടാണോ? അത് പിന്നെ എനിക്ക് ഇത്ര ശമ്പളല്ലേ ഉള്ളൂ, വലിയ വീട്ടിൽ ജീവിച്ചൊരു കുട്ടിയെ. ആ പണൊക്കെ ഞങ്ങള് തന്നോളാം. എനിക്കതല്ല, ഇന്നലെ ഇങ്ങോട്ട് കേറി വന്ന ഈ ചെക്കന് ഇവനെ കുറിച്ചൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അപർണയെ ഇവന് കെട്ടിച്ചു കൊടുക്കാൻ ഇവരെല്ലാരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചു. ഇതെന്ത് ജാതി കുടുംബാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സഗമഗസ ഇതൊക്കെ അറിഞ്ഞ സീനാവും എന്ന് മനസ്സിലാക്കിയ അയാളുടെ ഭാര്യ അയാൾക്ക് പാലില് 2-3 ഉറക്ക ഗുളിക പൊടിച്ചിട്ട് കൊടുത്ത് സഗമഗസ അയാൾ അങ്ങോട്ട് ഉറക്കി കിടത്തുകയാണ്. നല്ല ഉറക്കാമേ. ഉറക്കഗുളിക 2 എണ്ണ പൊടിച്ചിട്ടത്. എന്ത് കിട്ടിയാലും വലിച്ചു കേറ്റിക്കോ. ഉറക്കഗുളിക 2 എണ്ണ പൊടിച്ചിട്ടത്. ഇനി നാളെ രാവിലെ നോക്കിയാ മതി. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. അങ്ങനെ അന്ന് രാത്രി തന്നെ അബിയുടെയും അപർണയുടെയും കല്യാണം അവരെല്ലാരും കൂടി അങ്ങോട്ട് നടത്തുകയാണ്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കരുത്. നിങ്ങളൊരു അമ്മയാണോ? അപ്പോഴാണ് ട്വിസ്റ്റ്. അപർണയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പുമോൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് അബിക്ക് അറിഞ്ഞു. അങ്ങനെ ആ കല്യാണം നടന്നു. ഉറങ്ങിക്കിടക്കുന്ന സഗമഗസയുടെ അനുഗ്രഹം വാങ്ങി അവർ നേരെ ചെന്നൈയിലേക്ക് പോയി. മകള് നല്ലൊരു കുടുംബത്തിൽ ചെന്ന് കയറണം എന്ന് മാത്രമേ സഗമഗസ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനാണ് അയാളെ എല്ലാവരും കൂടി ഇങ്ങനെ ഉറക്ക ഗുളികയൊക്കെ കൊടുത്ത് കടത്തിയത്. ഇയാൾ ചത്തോന്നാവോ? എന്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇയാളെന്താ ഇങ്ങനെ മുണ്ടെടുത്തത്? ഒരു മുണ്ടെടുക്കാൻ അറിയാത്ത ഇയാളാണ് മാസ് റൗഡി. ചെന്നൈയിലെത്തിയ അബി ഒരു ഓട്ടോ വിളിച്ചു. ലഗേജ് കാരണം ഓട്ടോയിൽ സ്ഥലമില്ലാതായപ്പോ അയാൾ വേറൊരു ഓട്ടോ കൂടി വിളിച്ചു. ഞാൻ ഫ്രണ്ടിൽ കയറാം. വേണമെന്നാ ഇന്നൊരാട്ടോ കൂപ്പിടலாம். ലഗേജ് நிறைய இருக்கு, 2 പേരും சேர்ந்து പോകാം. ഇവിടെ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? എല്ലാ ലഗേജും കൂടി ഒരു ഓട്ടോയിൽ വെച്ചിട്ട് മറ്റേ ഓട്ടോയിൽ 2 പേരും കൂടി കയറി പോവും. പക്ഷെ അബി കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. കുറച്ച് ലഗേജ് ഇന്ത വണ്ടിയില്, കുറച്ച് ലഗേജ് അന്ത വണ്ടിയില്. എന്നിട്ട് സംസാരിക്കാൻ കഴിയാത്ത ആ പാവത്തിനെ ലഗേജിന്റെ കൂടെ ഒരു ഓട്ടോയിൽ കയറ്റി വിടും. അണ്ണാ കൊഞ്ചം ലഗേജ് അന്ത വണ്ടിയിലെ വെക്കിങ്ങണ കേറിക്കും. പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ തന്നെയാണ്. ഇവന് വട്ടാണോ? ഈ പൊട്ടത്തരം കാട്ടിയതും പോരാഞ്ഞിട്ട് ഇയാൾ ഓട്ടോയിലിരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദിക്കും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇടുക്കി വെച്ച് അപർണ കയറിപ്പോയ ഓട്ടോറിക്ഷ മിസ്സാവുകയാണ്. അത് നീ ചിന്തിക്കണമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ നമ്മളൊക്കെ എന്താ ചെയ്യാ? സമയം പാഴാക്കാണ്ട് നേരെ ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് വന്ന വഴി കൂടെ ഒന്ന് തിരിച്ചു പോയിട്ട് നോക്കും എങ്ങനെയെങ്കിലും അപർണയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മുടെ ഈ അഭിമോൻ എന്താ ചെയ്യാന്നറിയോ? എവിടെയോ ഇരുന്ന് പല്ല് തേക്കുന്ന അയാളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് വേഗം ബൈക്ക് എടുത്തിട്ട് വരാൻ പറയുകയാണ്. എന്നിട്ട് അയാൾ വരുന്നത് വരെ ഈ അഭിമോൻ ഓട്ടോറിക്ഷക്കാരനെയും കൂട്ടി അനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇയാള് പൊട്ടനല്ല. അപ്പോ ഒന്ന് ഓട്ടോ കാണാനില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഈ ലഗേജ് എല്ലാം കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ അവളെ നോക്കട്ടെ. അപർണ വന്ന വണ്ടി കേടായി. അവർക്കാണെങ്കിൽ ഈ സ്ഥലം പരിചയമില്ല. കുട്ടി ആദ്യമായിട്ട് വരണമെങ്കിൽ അല്ല, അയാൾ ചോദിച്ചതിനിപ്പോ ഇതൊക്കെ എന്തിനാണ് തുറന്നു കാണിച്ചു കൊടുക്കണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രൂപ കുറേയുണ്ട് കയ്യിലേ, കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മതിയാവോ?
ശരി വാമ പോളാം. നമ്മുടെ ഓട്ടോക്കാരൻ നല്ല മനുഷ്യനായതുകൊണ്ട് അപർണയെ അയാള് ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇറക്കി വിട്ടു. പക്ഷെ അവിടുത്തെ പോലീസുകാരും നല്ല മനുഷ്യരായിരുന്നില്ല. பணம் மேடம் எனக்கு என்னமோ சந்தேகமா இருக்கு எங்கேயோ திருடிட்டு வந்திருக்கா. അതെ, തിരുടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കയറി. ഇവരൊക്കെ ആരാടാ പോലീസിലെടുത്തത്? അങ്ങനെ പോലീസുകാർ അപർണയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പൈസയും നൈസായിട്ട് അങ്ങോട്ട് അടിച്ചു മാറ്റാൻ നോക്കുവാണ്. അവരുടെ ഇടയിൽ നിന്ന് അപർണ ജീവനും കൊണ്ട് ഓടിപ്പോയി. അല്ലാതെ വേറെ വഴിയില്ല. ഇതേ സമയം നമ്മുടെ അബി ആ ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചിട്ട് തുപ്പാക്കി സ്റ്റൈലിൽ ചോദ്യം ചെയ്യുകയാണ്. എടോ, അയാളൊരു പാവാണ്. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അയാൾ നിന്റെ ഭാര്യയെ ഇറക്കി വിട്ടു. അത് അയാൾ പറയുന്നുണ്ട്, ഒന്ന് വിശ്വസിക്ക്. ഇയാൾ വേറെ എവിടെങ്കിലും പോയി തിരയാണ്ട് അയാളെങ്ങനെ പിടിച്ച് തല്ലിയിട്ട് എന്താ കാര്യം? ഇതെന്തത്, ഹൾക്കോ? ഒരു സൈഡിൽ അബി, മറ്റൊരു സൈഡിൽ സഗമഗസയും അയാളുടെ ഗുണ്ടകളും, വേറൊരു സൈഡിൽ പോലീസുകാരും. എല്ലാവരും അപർണയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. அவ கையில இப்ப சுத்தமா பணம் கிடையாது. நம்ம ஏரியாவை விட்டு அவ தாண்டி இருக்க சான்ஸே இல்ல. ഇത്രയൊക്കെ സംഭവിച്ചത് ഇയാളുടെ ബുദ്ധിപരമായ ഇടപെടലുകൾ കാരണമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ പോലീസുകാര് അപർണയെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പൊക്കാണ്. இவள பீஸ் பீஸாக்கி எரிச்சு எல்லாமே ரெடி பண்ணிருக்கேன். பெட்ரோல் கூட வாங்கி வச்சிருக்கேன். അത്രയും പേരെ ഒരുമിച്ച് അടിച്ചിട്ട് അപർണ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്തായാലും ഇതിത്തെ നായകനേക്കാളും ശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ട് അപർണയ്ക്ക്. അവിടെയാണ് മറ്റൊരാൾ കടന്നു വരുന്നത്. തളർന്നു വീണ അപർണയെ ബാസിക്ക കടപ്പുറത്ത് നിന്ന് രക്ഷിക്കുകയാണ്. നല്ല റിച്ച് ലുക്ക് കണ്ടപ്പോ ബാസിക്ക അവളെ അങ്ങോട്ട് രക്ഷിച്ചു. പൈസ എന്തെങ്കിലും തടയും എന്നാണ് മൂപ്പര് കരുതിയത്. പക്ഷെ അപർണയുടെ ഒന്നുമില്ലാന്ന് ബാസിക്ക പിന്നെയാണ് മനസ്സിലാക്കുന്നത്. നിന്റെ പേരെന്താ? നീ പേരേണ്ടി? ബാസിക്ക പാൻ ഇന്ത്യനാണല്ലോ. വീട് പാലക്കാട്, വീട്ടിൽ പോകാൻ സഹായിക്കണം. അപ്പൊ മലയാളിയാണല്ലേ? അല്ല, മലയാളം എഴുതുന്ന ബംഗാളി. വന്ന് പോടോ. വീട് പാലക്കാട്, വീട്ടിൽ പോകാൻ സഹായിക്കണം. അപ്പൊ എനിക്കൊരു ചായക്ക് തരാനുള്ള കാശ് പോലും നിന്റെ കയ്യിലില്ല. ഈ മുടിഞ്ഞ ഫ്ലാഷ് ബാക്ക് നിനക്ക് കടപ്പുറത്ത് വെച്ച് പറയാറുന്നില്ലേ? എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. പക്ഷെ നമ്മുടെ ബാസിക്ക തളർന്നില്ല. അയാൾക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പെങ്ങൾ എനിക്കൊരു സഹായം ചെയ്യൂ. താഴെ എന്റെ ഫ്രണ്ടിന്റെ പാർട്ടിയാണ്. എന്റെ വൈഫിനെ കൊണ്ടുവരാൻ ഏറ്റതാ. പക്ഷെ അവൾക്ക് വരാൻ കഴിയില്ല. എന്താ ചെയ്യാ? പോണ്ടാന്ന് വെക്കുക, അത്രേ ഉള്ളൂ. പാർട്ടിക്ക് 1 മണിക്കൂർ എന്റെ വൈഫായിട്ടൊന്ന് വരണം. എന്ത് ഹെൽപ്പ് ആണെങ്കിലും നിനക്ക് ഞാൻ ചെയ്യാം. കോമഡി എന്താന്ന് വെച്ചാ ഇയാള് പറഞ്ഞ ഉടനെ തന്നെ അപർണ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇയാളുടെ കൂടെ പാർട്ടിക്ക് പോവുകയാണ്. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. അവിടെ നമ്മുടെ ബാസിക്കാന്റെ ഒരു ഡാൻസ്. ഇതാണോ പാർട്ടി? ആകെ 4 പേരുണ്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പാർട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. താഴെ എന്റെ ഫ്രണ്ടിന്റെ പാർട്ടിയാണ്. എന്റെ വൈഫിനെ കൊണ്ടുവരാൻ ഏറ്റതാ. എന്താ ചെയ്യാ? ഇന്നിപ്പോ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, നാളെ ഇയാൾ പറയും എന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നാണ് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? തെണ്ടി. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാ ഇതിന്റെ ഇടയില് ബാസിക്കാന്റെ ഫോൺ അടിച്ചു മാറ്റി അപർണ മറ്റേ അബി ഇല്ലേ, അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട അബി ബാസിക്കയെ തിരിച്ചു വിളിക്കും. അപ്പൊ ബാസിക്കയുടെ പുതിയ ഡീല് 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വില പറഞ്ഞുറപ്പിച്ചതാണ് ഇവളെ. 1 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷം രൂപ തന്ന നിന്റെ പെണ്ണ് നിനക്ക്. ഡീല് കേട്ട അബി മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അബി നേരെ സഗമഗസ അയാളെ പോയി കണ്ടിട്ട് ഇങ്ങനെ പറയും, എനിക്ക് 10 ലക്ഷം രൂപ വേണം. സഗമഗസ കൊടുത്ത 10 ലക്ഷം അബി ബാസിക്കയ്ക്ക് കൊടുക്കും. എന്നിട്ട് അപർണയെ രക്ഷിക്കും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപർണ കൈമുറിച്ചു. അവിടെ ഒരു ഫൈറ്റിന്റെ ഇടയിൽ മണ്ടയ്ക്ക് അടി കിട്ടിയ അബി ആശുപത്രിയിലാവുകയാണ്. ഇതേ സമയം അപർണ മറ്റൊരു ആശുപത്രിയിലാവും. അതേസമയം സഗമഗസ അബി ഒരു ചതിയനാണെന്ന് അപർണയെ വിശ്വസിപ്പിക്കുന്നു. എനിക്ക് 10 ലക്ഷം വേണം, ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്റെ മകളെ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിൽ വിറ്റിരിക്കും. അപർണയെ കാണാനായി അബി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ വെച്ച് സഗമഗസയുടെ ആള് അബിയെ ചെറുതായിട്ടൊന്ന് കത്തിവെച്ച് കുത്തിക്കൊന്നു. അബി ചതിച്ചു എന്ന് കരുതി അപർണ ചാടിച്ചാവും. ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് അവരൊന്നിക്കുകയാണ്. കഴിഞ്ഞ
ഇതിലിപ്പോ വില്ലൻ ശരിക്കും അപർണയുടെ വീട്ടുകാരാണ്, അല്ലാതെ ഈ ബാസിക്കൊന്നുമല്ല. ഊരും പേരും അറിയാതെ കണ്ണിക്കണ്ടവനൊക്കെ മകളെ കെട്ടിച്ചു കൊടുത്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കരുത്. അതെന്റെ കുട്ടിക്ക് മരണത്തിനപ്പുറമുള്ള വേദനയാവും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതിലിപ്പോ കോൾ അടിച്ചത് ബാസിക്കാണ്. വിറക് വെട്ടുകാരന് സ്വർണ്ണക്കോടാലി കിട്ടിയ കഥ പോലെ കടലിൽ കുളിക്കാൻ പോയ ഇയാൾക്ക് 10 ലക്ഷം വെറുതെ കിട്ടി. നമ്മള് തുടക്കത്തിൽ കണ്ട അതെ ഇയാള് നസീമയെ കെട്ടി. പിന്നെ കുറെ കലപില അതൊന്നും ഞാൻ പറയണില്ല. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പടം കാലം തെറ്റി ഇറങ്ങിയ വജ്രമാണ് എന്നൊന്നും നിങ്ങൾക്ക് തോന്നാൻ പോണില്ല. സംശയം ഉണ്ടെങ്കിൽ ബാക്കി കണ്ടോ. എന്നെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. ഈ പടത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, അറിയാത്ത സ്ഥലത്തേക്ക് വൈഫിനെ കൊണ്ടുപോകുമ്പോ ലഗേജിന്റെ അളവൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ 2 ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും. അണ്ണാ കൊഞ്ച ലഗേജ് അന്ത വണ്ടിയിലെ വെക്കിങ്ങണേ.